കോടൻ ഭരണിയിലെ ഉപ്പുമാങ്ങ. പാണ്ടംപറത്ത് ഭട്ടത്തിരിയുടെ ഇല്ലത്ത് മഹാദാരിദ്ര്യമായിരുന്നു. നിത്യവൃത്തിക്ക് അദ്ദേഹം യാതൊരു നിവൃത്തിയും കണ്ടില്ല. അങ്ങനെയിരിക്കെ ഒരിക്കൽ ഒരു ചൈനക്കാരൻ വ്യാപാരി അവൻ്റെ കപ്പലിൽ വിലപിടിച്ച അനേകം വസ്തുക്കൾ കയറ്റി കച്ചവടത്തിനായി പുറപ്പെട്ടു. മാർഗമധ്യേ ഉണ്ടായ കടൽക്ഷോഭത്തിൽ കപ്പൽ തകർന്നു. വസ്തുക്കളിൽ മിക്കതും നഷ്ടപ്പെട്ടു. നല്ല ആൾനാശവും ഉണ്ടായി. ചിലരൊക്കെ പത്തേമാരികളിൽ കയറിയും നീന്തിയും കരപറ്റി. കപ്പലിൻ്റെ ഉടമസ്ഥനും അങ്ങനെ രക്ഷപ്പെട്ടു. 10 ചീനഭരണികൾ മാത്രം നഷ്ടപ്പെടാതെ കിട്ടിയിരുന്നു. അതുമായി അയാൾ ആദ്യം കണ്ട വീട്ടിലേക്ക് ചെന്നു. പാണ്ടംപറത്ത് ഭട്ടത്തിരിയുടെ ഇല്ലമായിരുന്നു അത്. കച്ചവടക്കാരൻ മുറ്റത്തു ചെന്ന് നിന്നുകൊണ്ട് ഉറക്കെ വിളിച്ചു ചോദിച്ചു, "ഇവിടെ ആരുമില്ലേ? ഒന്ന് വെളിയിലേക്ക് വരിക." അപ്പോൾ ഭട്ടത്തിരി കഞ്ഞി കുടിക്കാനിരിക്കുകയായിരുന്നു. എവിടുന്നോ കിട്ടിയ ഇരുന്നാഴി അരി കൊണ്ട് അന്തർജനം അവർക്കും കുട്ടികൾക്കുമായി തയ്യാറാക്കിയതായിരുന്നു അത്. കച്ചവടക്കാരൻ വിളിക്കുന്നത് കേട്ട് ഭട്ടത്തിരി പുറത്തു വന്നു. "ഞാൻ ചൈനക്കാരനായ ഒരു കച്ചവടക്കാരനാണ്. എൻ്റെ കപ്പൽ തകർന്നുപോയി. എൻ്റെ വേലക്കാരും മരിച്ചു. ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് നേരത്തോട് നേരം കഴിഞ്ഞു. അതിനാൽ എനിക്ക് കഴിക്കാൻ എന്തെങ്കിലും തരണം," അയാൾ പറഞ്ഞു. ഭട്ടത്തിരിയുടെ മനസ്സലിഞ്ഞു. അദ്ദേഹം അകത്തേക്ക് പോയി ഉണ്ടായിരുന്ന കഞ്ഞിയെടുത്ത് ചൈനക്കാരന് കൊടുത്തു. അയാളത് രുചിയോടെ കുടിച്ചു. "അവിടുന്ന് എനിക്ക് തന്ന ഈ കഞ്ഞി എൻ്റെ ജീവൻ രക്ഷിക്കുകയാണ് ചെയ്തത്. ഈ കഞ്ഞിയുടെ രുചി ഞാൻ മരിച്ചാലും മറക്കില്ല. ഈ ഉപകാരത്തിന് തക്ക പ്രതിഫലം തരുന്നതിന് എനിക്കിപ്പോൾ കഴിവില്ല. നാട്ടിൽ പോയി തിരികെ വരാൻ കഴിഞ്ഞാൽ കഴിവിനൊത്ത് ഞാൻ പ്രതിഫലം തന്നുകൊള്ളാം. പോരാത്തത് ദൈവം നൽകട്ടെ," അയാൾ പറഞ്ഞു. "എനിക്കൊരു സഹായം കൂടി താങ്കൾ ചെയ്തു തരണം. എൻ്റെ സമ്പത്ത് മുക്കാലും നഷ്ടപ്പെട്ടു പോയി. എങ്കിലും ഈ 10 ചീനഭരണി കേടുകൂടാതെ കിട്ടിയിട്ടുണ്ട്. ഞാനത് തിരിച്ചു വരും വരെ ഇത് ഇവിടെ സൂക്ഷിച്ചു വെക്കണം," അയാൾ കൂട്ടിച്ചേർത്തു. "ഇവിടെ തീരെ സ്ഥലമില്ലെന്ന് കണ്ടല്ലോ. എങ്കിലും ഉള്ള സ്ഥലത്ത് അത് വെച്ചോളൂ. വിലപിടിപ്പുള്ളതൊന്നും ഇതിലില്ലല്ലോ." "ഓ, അങ്ങനെയുള്ളതാണെങ്കിൽ സൂക്ഷിക്കാൻ പാടാണ്. ഇല്ലം ഒട്ടും ഉറപ്പില്ലാത്തതാണെന്ന് കണ്ടാൽ അറിയാമല്ലോ," ഭട്ടത്തിരി പറഞ്ഞു. "വിലപിടിപ്പുള്ളതൊന്നുമില്ല, കുറേ തുവരപ്പരിപ്പാണ്," ചൈനക്കാരൻ പറഞ്ഞു. അങ്ങനെ ചൈനക്കാരൻ തൻ്റെ ഭരണികൾ ആ ഇല്ലത്തിനകത്ത് വെച്ചിട്ട് യാത്രയായി. ദിവസങ്ങൾ കഴിഞ്ഞു. ഇല്ലത്ത് പട്ടിണി തന്നെയായി. കുട്ടികളുടെ കരച്ചിൽ കണ്ട് അന്തർജനത്തിന് സഹിക്കാൻ പാടില്ലാതായി. ചൈനക്കാരൻ്റെ ഭരണിയിൽ നിന്ന് കുറച്ച് തുവരപ്പരിപ്പെടുക്കാമെന്ന് അവർ ഭർത്താവിനെ നിർബന്ധിച്ചു. ഭട്ടത്തിരിയാകട്ടെ മരിച്ചാലും വിശ്വാസവഞ്ചന കാണിക്കില്ല എന്ന് തീർത്തു പറഞ്ഞു. ഒടുവിൽ ഭാര്യയുടെ നിർബന്ധം സഹിക്കാൻ വയ്യാതെ ഭട്ടത്തിരി ഭരണി തുറന്ന് കുറച്ച് പരിപ്പെടുത്തു. തുവരപ്പരിപ്പിനോടൊപ്പം കുറേ സ്വർണ്ണ നാണയങ്ങളും ഭട്ടത്തിരിയുടെ കയ്യിൽ തടഞ്ഞു. കൂടുതൽ പരിശോധിച്ചപ്പോൾ ഭരണികളിലൊക്കെ സ്വർണ്ണ നാണയങ്ങൾ ഇട്ടിട്ട് അതിൻ്റെ പുറത്ത് കുറച്ച് തുവരപ്പരിപ്പിട്ട് മൂടിയിട്ടതാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ബാക്കി ഭരണികളൊക്കെ കെട്ടിവെച്ചിട്ട് അദ്ദേഹം ഒരു ഭരണിയിൽ നിന്ന് 1 പവൻ മാത്രം എടുത്തു കൊണ്ടുപോയി വിറ്റു. എന്നിട്ട് അരിയും സാധനങ്ങളുമൊക്കെ വാങ്ങി. അന്തർജനം ആഹാരമുണ്ടാക്കി. അവരെല്ലാം നന്നായി ഊണ് കഴിച്ചു. ദിവസങ്ങൾ കടന്നു പോകവേ ഭട്ടത്തിരി ഇങ്ങനെ ചിന്തിച്ചു, "ആദ്യമായി വിശ്വാസവഞ്ചന ചെയ്യുന്നതിനെ പ്രയാസമുള്ളൂ. അത് ചെയ്തു കഴിഞ്ഞു. ഇനി പട്ടിണി കിടക്കുക വയ്യ. ഭരണിയിലെ പണം എടുക്കുക തന്നെ. കച്ചവടക്കാരൻ വരാൻ കുറച്ച് താമസിച്ചുവെങ്കിൽ എല്ലാം ശരിയാക്കി മടക്കി കൊടുക്കുകയും ചെയ്യാം." അങ്ങനെ നിശ്ചയിച്ച് ഭട്ടത്തിരി ആ ഭരണിയിൽ നിന്ന് കുറേ നാണയങ്ങൾ കൂടി എടുത്ത് വലിയൊരു മാളിക പണിയിച്ചു. ബാക്കിയുണ്ടായിരുന്ന പണത്തിന് വസ്തുക്കളും സ്ഥാപന ജംഗമ വസ്തുക്കളും സമ്പാദിച്ചു. കുറച്ച് ദിവസങ്ങൾ കൊണ്ട് അദ്ദേഹം വലിയ പണക്കാരനായി. നാളുകൾ ഏറെ കഴിഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിന് സകല ചെലവും കഴിച്ച് ഓരോ വർഷവും 12,000 രൂപ മിച്ചമുണ്ടായിരുന്നു. മിച്ചം വന്ന ആ രൂപയ്ക്ക് അദ്ദേഹം സ്വർണ്ണ നാണയങ്ങൾ വാങ്ങി താൻ പണമെടുത്ത ചീനഭരണി നിറച്ചു തുടങ്ങി. കുറേ വർഷങ്ങൾ കൊണ്ട് ആ ഭരണി നിറഞ്ഞു. പിന്നീടത് പണ്ടിരുന്നതുപോലെ അടച്ചു കെട്ടി മുദ്രയിട്ടു. തുടർന്നുള്ള വർഷങ്ങളിൽ ആ ചീനഭരണികളുടെ പകുതി വലിപ്പമുള്ള 10 ഭരണികൾ അദ്ദേഹം വാങ്ങി അവയിലും സ്വർണ്ണ നാണയം നിറച്ച് അടച്ചുകെട്ടി. 12 കൊല്ലം കഴിഞ്ഞു. ചൈനക്കാരൻ മറ്റൊരു കപ്പലിൽ കച്ചവട സാമാനങ്ങളുമായി ആ കരയിൽ വന്നു. അയാൾ കരക്കിറങ്ങി താൻ ഭരണികൾ സൂക്ഷിക്കാൻ ഏൽപ്പിച്ച ഇല്ലം അന്വേഷിച്ചു പുറപ്പെട്ടു. പഴയ ഇല്ലത്തിൻ്റെ സ്ഥാനത്ത് ഒരു പുതിയ മാളിക കണ്ടപ്പോൾ ഇത് അതുതന്നെയോ എന്നയാൾക്ക് സംശയമായി. അയാൾ സംശയം തീർക്കാൻ പലരോടും ചോദിച്ചു. ആ ഇല്ലം പാണ്ടംപറത്ത് ഭട്ടത്തിരിയുടേതാണെന്നും അദ്ദേഹത്തിന് നിധി കിട്ടിയത് കൊണ്ട് ദാരിദ്ര്യമൊക്കെ മാറിയെന്നും അവർ പറഞ്ഞു.
നിധി കിട്ടിയതൊന്നുമല്ല എന്നും ഒക്കെ തൻ്റെ ഭരണിയിലെ പണം കൊണ്ട് സമ്പാദിച്ചതാണെന്നും കച്ചവടക്കാരന് മനസ്സിലായി. ഇനി തൻ്റെ ഭരണികൾ കിട്ടുന്ന കാര്യം സംശയമാണ് എന്നയാൾ ഉറച്ചു. എങ്കിലും ഒന്ന് പരീക്ഷിച്ചു നോക്കാം. അയാൾ ഇല്ലത്തിൻ്റെ മുറ്റത്തേക്ക് കടന്നു ചെന്നു. ഇവിടുത്തെ തിരുമേനി ഇവിടെ ഉണ്ടോ? അയാൾ വിളിച്ചു ചോദിച്ചു. കച്ചവടക്കാരൻ്റെ ഒച്ച കേട്ടപ്പോൾ തന്നെ ഭട്ടിത്തിരി അയാളെ തിരിച്ചറിഞ്ഞു. അദ്ദേഹം വളരെ ആദരവോടെ കച്ചവടക്കാരനെ സ്വീകരിച്ചു. സൽക്കാരവും കഴിഞ്ഞ ശേഷം ഭട്ടിത്തിരി ഇപ്രകാരം പറഞ്ഞു. താങ്കളുടെ അനുവാദം കൂടാതെ ഇവിടെ സൂക്ഷിച്ചിരുന്ന മുതലിൽ കുറച്ചെടുത്ത് ഉപയോഗിച്ചു. എൻ്റെ ഗതികേട് കൊണ്ടാണ് ചെയ്തത്. എന്നാലും ഞാൻ ചെയ്ത തെറ്റ് ന്യായീകരിക്കാൻ പറ്റില്ല എന്നെനിക്കറിയാം. ആ തെറ്റ് ക്ഷമിച്ച് നിങ്ങൾ എനിക്ക് മാപ്പ് തരണം. നിങ്ങളുടെ മുതൽ പലിശയോടുകൂടി തന്നെ തിരികെ സ്വീകരിക്കണം. തുടർന്ന് കച്ചവടക്കാരൻ്റെ 10 ഭരണികൾക്കൊപ്പം താൻ ശേഖരിച്ചു വെച്ച 10 ചെറിയ ഭരണികളും ഭട്ടിത്തിരി അയാളെ കാണിച്ചു കൊടുത്തു. ഭട്ടിത്തിരി എന്ത് ചെയ്തിട്ടും കച്ചവടക്കാരൻ പലിശയായി ലഭിച്ച ചെറുഭരണികൾ സ്വീകരിക്കാൻ തയ്യാറായില്ല. അയാൾ പറഞ്ഞു, ദാ ഞാനിവിടെ കൊണ്ടുവച്ച 10 ഭരണികളും അതുപോലെ തന്നെ എനിക്ക് തിരികെ കിട്ടിയിട്ടുണ്ട്. എനിക്കൊരു നാശവും വന്നിട്ടില്ല. അവിടുത്തേക്ക് സമ്പാദിക്കാൻ കഴിഞ്ഞത് അവിടുത്തെ ഭാഗ്യവും ദൈവാനുഗ്രഹവും കൊണ്ടാണ്. അവിടുന്നുണ്ടാക്കിയതൊക്കെ അവിടുത്തേക്ക് തന്നെ. ഞാനിത് സ്വീകരിച്ചാൽ എനിക്കുള്ളത് കൂടി നശിക്കും. ഒടുവിൽ ഭട്ടിത്തിരിക്ക് ചെറിയ ഭരണികളെല്ലാം തിരികെ എടുത്തു വെക്കേണ്ടി വന്നു. അതിനുശേഷം കച്ചവടക്കാരൻ പൂവും നീരും വെറ്റിലയും വെച്ച് തൻ്റെ സ്വന്തം ഭരണികളിലൊന്ന് ഭട്ടിത്തിരിക്ക് സമ്മാനിച്ചു. അതൊരു കോടൻ ഭരണിയായിരുന്നു. ഏറെ നിർബന്ധിച്ചതുകൊണ്ട് മാത്രമാണ് ഭട്ടിത്തിരി അത് വാങ്ങിയത്. അതിനുശേഷം കച്ചവടക്കാരൻ പറഞ്ഞു, തിരുമേനി, ഈ ഭരണിക്ക് കുറച്ച് കോട്ടമുണ്ടെങ്കിലും വളരെ ഐശ്വര്യവും സവിശേഷതയും ഉള്ളതാണ്. ഈ ഭരണി ഇരിക്കുന്ന ദിക്കിൽ ഒരിക്കലും ദാരിദ്ര്യം ഉണ്ടാവുകയില്ല. എന്ന് മാത്രമല്ല, ഇതിൽ മാങ്ങ ഉപ്പിലിട്ടാൽ അതിവിശേഷമായ രുചി ഉണ്ടായിരിക്കുകയും ചെയ്യും. പിന്നീട് കച്ചവടക്കാരൻ സന്തോഷത്തോടെ യാത്ര പറഞ്ഞിറങ്ങി. ഭട്ടിത്തിരി കോടൻ ഭരണിയിലെ നാണയങ്ങൾ മറ്റൊരു ഭരണിയിലാക്കിയിട്ട് അതും തൻ്റെ നിലവറയിൽ സൂക്ഷിച്ചു വെച്ചു. ആ 11 ഭരണികളും ഇന്നും അവിടെയുണ്ടെന്നാണ് കേൾവി. പിന്നീട് ആണ്ടുതോറും കോടൻ ഭരണിയിൽ മാങ്ങ ഉപ്പിലിടാൻ തുടങ്ങി. അതിൻ്റെ സ്വാദ് പറഞ്ഞറിയിക്കാൻ പ്രയാസമാണത്രേ. ഇനി മാങ്ങയെക്കുറിച്ചൊരു കഥ പറയാം. കൊല്ലവർഷം 973 നാട് നീങ്ങിയ മഹാരാജാവ് തിരുമനസ് രാജ്യം ഭരിക്കുമ്പോൾ ഒരു മുറജപം നടന്നു. ഒരു ദിവസം നമ്പൂതിരിമാർ അത്താഴം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത്താഴം അത്ര കേമം. അത് ആസ്വദിച്ചുകൊണ്ട് ഒരു നമ്പൂതിരി മറ്റൊരു നമ്പൂതിരിയോട് പറഞ്ഞു, എടോ, അത്താഴം ബഹുകേമം തന്നെ. ഇങ്ങനെ മറ്റൊരു സ്ഥലത്തും നടക്കില്ല അല്ലേ? അപ്പോൾ മറ്റേ നമ്പൂതിരി ഇപ്രകാരം മറുപടി നൽകി, അത്താഴം കേമം തന്നെ, സംശയമില്ല. എങ്കിലും പാണ്ടംപറത്തെ ഉപ്പുമാങ്ങയുടെ ഒരു കഷ്ണം കൂടി ഉണ്ടായിരുന്നുവെങ്കിൽ സംഗതി ബഹുകേമമായേനെ. ആ ഒരു കുറവ് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. ആ സമയത്ത് മഹാരാജാവ് തിരുമനസ് കോവിലിലേക്ക് എഴുന്നള്ളി പ്രദക്ഷിണം വയ്ക്കുകയായിരുന്നു. അദ്ദേഹം അവരറിയാതെ ഈ സംസാരം കേൾക്കുകയും അത് പറഞ്ഞ നമ്പൂതിരി ഇന്നയാളാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. അന്ന് രാത്രി തന്നെ രാജാവ് ഒരാളെ രഹസ്യമായി അയച്ച് കോടൻ ഭരണിയിലെ ഉപ്പുമാങ്ങ വരുത്തി. അടുത്ത മുറജപകാലത്ത് കോടൻ ഭരണിയിലെ ഉപ്പുമാങ്ങ ഒരു ദിവസത്തെ അത്താഴത്തിന് പൂളിൽ വെച്ച് വിളമ്പി. അവിടെ മുറജപം വകയ്ക്കായി പലവിധത്തിൽ ഉപ്പിലിട്ട മാങ്ങകൾ പൂളി വിളമ്പിയ കൂട്ടത്തിലാണ് ഇതും വിളമ്പിയത്. കോടൻ ഭരണിയിലെ മാങ്ങ വരുത്തിയത് ആരും അറിഞ്ഞിരുന്നില്ല. എങ്കിലും മുൻപ് കോടൻ ഭരണിയിലെ മാങ്ങയെ പുകഴ്ത്തി പറഞ്ഞ നമ്പൂതിരി ഈ മാങ്ങ കഷ്ണം എടുത്ത് കഴിച്ച ഉടനെ, ഓഹോ, ആ കുറവും തീർന്നു. എട യോഗ്യ, നീയും ഇവിടെ വന്നു ചേർന്നോ എന്ന് പറഞ്ഞു. അപ്പോൾ അടുത്തിരുന്ന നമ്പൂതിരി ഇത് സാക്ഷാൽ കോടൻ ഭരണിയിലേതാണ് എന്ന് തന്നെ പറഞ്ഞു. മഹാരാജാവ് ഇതും കേട്ടു. കൊട്ടാരത്തിലെത്തിയ ഉടനെ ആ നമ്പൂതിരിയെ ആളയച്ചു വരുത്തി. അങ്ങയെപ്പോലെ സ്വാദറിഞ്ഞ് ഭക്ഷിക്കുന്നവർ ചുരുക്കമാണ് എന്ന് സന്തോഷത്തോടെ കൽപ്പിക്കുകയും നമ്പൂതിരിക്ക് സമ്മാനം കൊടുക്കുകയും ചെയ്തു. ഇതാണ് കോടൻ ഭരണിയിലെ മാങ്ങയുടെ വിശേഷം. ഒരിക്കൽ ആ മാങ്ങ കൂട്ടിയിട്ടുള്ളവർ അതിൻ്റെ സ്വാദ് ഒരിക്കലും മറക്കില്ല. പാണ്ടംപറത്ത് ആ കോടൻ ഭരണി ഇന്നും ഇരിക്കുന്നുണ്ട്. അതിലെ മാങ്ങയുടെ അനന്യസാധാരണമായ വിശേഷം ആളുകൾ ഇന്നും അറിയുന്നുണ്ടത്രേ.